നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് തമ്മനയിലാണ് മനസ്സിലായിണ്ടാവില്ലേ? ഓടല്ലേട്ടാ. ആരും കൂടി പോയി റെസിപ്പി ചെക്ക് ചെയ്യലായിട്ട് പിന്നെ എനിക്ക് 1-2 വാക്കുകൾ പറയാനുണ്ട്. ഇത് വലിയ ആനത്തല സീക്രട്ട് കാര്യമൊന്നുമല്ല കേട്ടോ. ഒരു കുഞ്ഞു കാര്യമാണ്, ഒരു സൂത്രം. അതെന്റെ ഈ കുഞ്ഞു തലയിൽ ഉദിച്ചു വന്ന ഒരു കുഞ്ഞു സൂത്രം. അപ്പൊ അതുകൊണ്ട് ആരും പോയി കണ്ടിട്ട് ഇതാണ് ഇപ്പൊ അവള് കണ്ടുപിടിച്ചതെന്നൊന്നും പറയല്ലേ. എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ പിന്നെ ഞാൻ യൂട്യൂബിൽ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൈ ഉപയോഗിച്ച് നമ്മുടെ അമ്മമാര് ചെയ്യണ പോലെ പുട്ടിന് നനച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല എളുപ്പമുള്ള വഴി. അത് ഞാൻ പറയും. അതിൽ എളുപ്പമുള്ള ഒരു വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൈ ഉപയോഗിച്ച് നമ്മുടെ അമ്മമാരൊക്കെ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാറുണ്ട്. ഇതും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ 1-2 പേര് എന്നോട് ചോദിച്ചു. വേറെ 2 പേര്, കൂടുതൽ ആൾക്കാരൊന്നും ചോദിച്ചിട്ടില്ല. വേറെ 2 പേര് ചോദിച്ചു, ചേച്ചി പുട്ട് നനയ്ക്കാൻ വല്ല ഐഡിയ ഉണ്ടോ പുതുതായിട്ട് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇതാണ്. അപ്പൊ ഞാൻ ഇത് ഷെയർ ചെയ്യണോ വേണ്ടേ എന്നുള്ള സംശയത്തിലായിരുന്നു. അപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആരും ഇങ്ങനെ ചെയ്യുന്നതും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഷെയർ ചെയ്യാം. എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കരുത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യാ, ലൈക്ക് ചെയ്യണ്ട, കുഴപ്പമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തോടു കൂടി ഇരിക്കുന്ന പുട്ട്. രാത്രി ആയാലും പ്രശ്നമൊന്നുമില്ല ഈ പുട്ടിന് കേട്ടോ. എത്ര നേരം ഇരുന്നാലും അങ്ങനെ കല്ലിക്കൊന്നുമില്ല. നല്ല പുട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, ഗോതമ്പ് പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളത്തിന്റെ അളവ് പറയാനാണെങ്കിൽ 1 കപ്പ് ആട്ടപ്പൊടിയിലേക്ക് 1/4 കപ്പ് വെള്ളം. ചിലപ്പോൾ 1/4 കപ്പിനേക്കാൾ 1 ടേബിൾ സ്പൂൺ കുറവും കൂടുതലാവാം. അത് ആട്ടപ്പൊടിക്ക് അനുസരിച്ച് മാറും. അപ്പൊ നമുക്ക് ഇനി പുട്ടിന്റെ പൊടി നനച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ഒരു മുതൽ വെച്ചിട്ടാണ് ഞാൻ ഇത് നനയ്ക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ, ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇത് ഇവിടെ എല്ലാവരുടെ കയ്യിലുള്ളതാണ്. നമ്മുടെ ഈ ബലൂൺ വിസ്ക് എന്നാണ് ഇതിനെ പറയുക. ഇതെല്ലാവരുടെ കയ്യിലുണ്ടാവും, ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും. ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇത് ഇഷ്ടം പോലെ മേടിക്കാനായിട്ട് കിട്ടും നമ്മുടെ കടകളിൽ, സാധാ കടകളിൽ. അപ്പൊ ബലൂൺ വിസ്കിന്റെ ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ തന്നെ വലുതും കിട്ടും. ഇങ്ങനെ വലുതും വരുന്നുണ്ട്. വലുതും വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, ചെറുത് വെച്ചിട്ടും ചെയ്യാം. എങ്ങനെയാണ് നനയ്ക്കണേന്ന് കാട്ടിത്തരാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഇതിലോട്ട് വളരെ ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പൊടിയൊക്കെ നനയ്ക്കാൻ സുഖമായിരിക്കും. കാണിച്ചു തരാം. വെള്ളം ഒഴിക്കുക. അതിങ്ങനെ ഒന്ന് വട്ടം കറക്കുക. കുറച്ചൊന്ന് വെള്ളം തെളിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വട്ടം കറക്കി എടുക്കുക. ഇതിപ്പോൾ നനവായിട്ടില്ല. ഇനി കുറച്ചും കൂടി ഇടവിട്ട് ഇത്തിരീശ വെള്ളം തെളിച്ചു കൊടുക്കുക. അധികം ഇങ്ങനെ ഉണ്ടപ്പരുവത്തിൽ ഒഴിക്കരുത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്ന് അറിയാം. പക്ഷെ ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെ ഒന്ന് വട്ടം കറക്കുക. എല്ലായിടത്തേക്കും പൊടിയുടെ എല്ലാ വശത്തേക്കും എത്തണം. വീണ്ടും കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. നമ്മുടെ കൈ തൊടുമ്പം കൈമയും മാവാകുമ്പോഴാണ് ഇത് ഈ കൈ വെച്ച് നനയ്ക്കുന്ന നേരത്ത് ഗോതമ്പിനൊക്കെ ഉണ്ട കുത്തി വരുന്ന പൊടി. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കാട്ടിത്തരാം. വീണ്ടും കുറച്ചും കൂടി വെള്ളം തെളിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച വെള്ളം വീണ്ടും പിന്നെ ഈ മാവ് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് മാവ് ഒന്ന് കുടയുക. കണ്ടോ? ഇതുപോലെ ചെയ്താൽ മതി. ഒരു തുള്ളി വെള്ളം കൂടി ബാക്കിയുള്ളൂ. അത് നമുക്ക് ഇതിലേക്ക് തെളിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ആ അളവ് എടുത്തു വെച്ച വെള്ളം എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആവും. ഇതോട് കൂടിയിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ആക്കുക, ഇങ്ങനെ തിരിക്കുക. അപ്പൊ ഈ മാവ് നനവായോന്ന് അറിയാനുള്ള ഐഡിയ ആണ്. നേരത്തെ നമ്മളിങ്ങനെ കറക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സാധനം ഇങ്ങനെ കറക്കാൻ പറ്റും. ഇതിൽ നനവായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിത് തിരിക്കുമ്പോൾ ഒരു കനം വരും മാവിന്. ഇത് നേരത്തെ നമ്മൾ തിരിച്ചത്ര എളുപ്പമായിരിക്കില്ല. ഇത്തിരി കനത്തോട് കൂടിയിട്ടാവും മാവ് വരിക. അതാണ് ഈ മാവ് റെഡി ആയി, പുട്ടിനുള്ളതിന്റെ കുഴ കറക്റ്റായി എന്നുള്ളതിന്റെ അർത്ഥം. ഇത് 2-3 പ്രാവശ്യം ഒന്നും ഇങ്ങനെ ആക്കുക. ഇതിപ്പോ ഏകദേശം ഒരു 3-4 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ ഇത് നനച്ചു കഴിഞ്ഞു. വെള്ളം തെളിച്ചു കൊടുക്കുക, ഇതൊന്നും ഇങ്ങനെ ആക്കുക, ഉപ്പിടുക. ഇത്രേ പണിയുള്ളൂ. നമ്മുടെ കയ്യുമേ ഒട്ടേ പിടിക്കുക ഒന്നുമില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിട്ടും. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടിനുള്ള പൊടി
പുഡിങ് അവിടെ കുഴച്ച് റെഡി മണിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. നല്ലതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും ഒരു 10 മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ. നിർബന്ധം ഇല്ല, ഇനി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പുട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പൊ നമുക്കിനി പുട്ടുംകുറ്റിയിലേക്ക് ആക്കി കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ചില്ലിടണം. അത് ചില്ലിട്ട് കൊടുത്താൽ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തേങ്ങ, ഗോതമ്പ് പുട്ടിൽ നല്ലോണം തേങ്ങ വേണം, എന്നാലേ സ്വാദ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മാവ് പൊടി ഒരു 3 ടീസ്പൂണ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം മുകളിൽ. കുറച്ചല്ല, നല്ല തന്നെ ആയിക്കോട്ടെ, എന്നാലാണ് ഗോതമ്പ് പുട്ടിന് സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അടച്ചു വെച്ച് ഞാനിത് കുക്കറിന്റെ മീതെയാണ് വേവിച്ചെടുക്കണത്. ഇപ്പൊ നമ്മുടെ കുക്കറിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിസിൽ ഊരി മാറ്റുക. എന്നിട്ട് ഇതിപ്പോ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. അതായത് മീഡിയം ടു ഹൈ ഫ്ലെയിമിന്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. തീ തീരെ കുറഞ്ഞിരിക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ അത്യാവശ്യം ആവി വരണം. നല്ല തീ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പുട്ടുംകുറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ആവി വരുമ്പോൾ അങ്ങ് തെറിച്ചു പോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിം അതിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. നോക്കി വെച്ചു കൊടുക്കുക. ഇപ്പൊ കണ്ടോ, നമ്മുടെ പുട്ടിൽ നിന്ന് നല്ല ആവി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഈ ആവി വന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ വെച്ചു കേട്ടോ. ഈ ഒരു നല്ല ആവിയിൽ തന്നെ ഇരിക്കണം, തീ കുറയ്ക്കരുത്. ഒരു 5 മിനിറ്റ് നല്ല ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുട്ടിനെ കുത്തി നോക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ അടിപൊളി ചൂട് പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചില്ലെടുത്ത് മാറ്റിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കൂടെ കടിക്കും. അപ്പൊ അതും എടുത്ത് മാറ്റിക്കോളും. അതിന്റെ അർത്ഥം എന്താണ്, അത്രയും ടേസ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് പുട്ടാണ്, തൊടാൻ പറ്റുന്നില്ലേ, നല്ല ചൂടുണ്ട്, നല്ല തേങ്ങയൊക്കെ ഉണ്ട്. കണ്ടോ, എല്ലാ ഇടവിലും നല്ല തേങ്ങ ഇട്ടിട്ടുണ്ട് നമ്മള്. നല്ല അടിപൊളി പുട്ടാണ്. അപ്പൊ എല്ലാവരും ഈ ചുടു ചുടു പുട്ട് തയ്യാറാക്കി നോക്കുക. നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള നല്ല മധുരം ഇട്ടിട്ടുള്ള കട്ടൻ ചായ. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് ഇതിന്റെ കൂടെ. പിന്നെ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള നമ്മുടെ മണിപ്പുട്ടിന്റെ ഉള്ളില് തരി ഉണ്ടാവില്ലേ, അതുപോലത്തെ തരി ഉണ്ട്. അത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയാ, നല്ല ടേസ്റ്റാണ്. ഇത്രേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഞാൻ വെറുതെ നിന്ന് കുറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമുക്കിനി പുട്ടുംകുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കാം. അതെങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. നമ്മുടെ ചില്ലിട്ട് കൊടുക്കണം, അത് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രാറ്റുലറില് ജാതി സൗണ്ട് ആയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.